ഹലോ ഗായ്സ്, ഇന്ന് എനിക്ക് കുറച്ച് വെള്ളക്കാന്താരി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വെള്ളക്കാന്താരി വെച്ചിട്ടൊരു അച്ചാർ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വെള്ളക്കാന്താരി എല്ലാം നല്ലപോലെ കഴുകി എടുക്കുന്നുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ, വെള്ള കളർ ഇങ്ങനെ. ഞങ്ങളെ വീട്ടിലില്ല, അപ്പം വേറൊരു വീട്ടിൽ നിന്ന് കൊണ്ട് തന്നതാണ്. അപ്പം അത് നല്ലപോലെ കഴുകി എടുത്തിട്ട് അച്ചാറിടാൻ പോവാണ്. നല്ലപോലെ അത് കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു പാത്രം വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നല്ല ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കും. കടുക് നല്ല പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില, കുറച്ച് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കും. കടുക് നല്ലപോലെ പൊട്ടി വരുന്നുണ്ട്. ഇനി അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്ത് കുറച്ച് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് 2-3 വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കണം. നല്ലപോലെ ഇളക്കിയിട്ട് നല്ലപോലെ അത് ഇളക്കി ഇതായിട്ട് വരുമ്പോഴത്തേക്കും നമ്മളതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കും. നല്ലപോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പിടാം. നമ്മൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ആവശ്യത്തിന് നമുക്ക് മുളക് പൊടി എടുക്കാം. അപ്പം നമ്മൾ ആവശ്യത്തിന് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ഇളക്കിയത്, പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. ഇത് പൊടി കുറച്ച് കരിഞ്ഞു പോയതുപോലെ എനിക്ക് തോന്നി. അങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നല്ലപോലെ അത് ഇളക്കിക്കൊണ്ടേയിരുന്നു. എന്നിട്ട് കുറച്ച് കായപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് ഇളക്കാണ്. കുറച്ച് പൊടി എന്തോ കരിയുന്ന പോലെ എനിക്ക് തോന്നിയായിരുന്നു. അപ്പം കുറച്ച് ഇതായിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ലയെന്ന് വെച്ച് ഞാൻ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കായപ്പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ചിരുന്ന മുളകും കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കുക. അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അച്ചാർ ഇവിടെ റെഡി. അങ്ങനെ മുളകെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി അത് നല്ലപോലെ ഇളക്കി ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുപ്പിയിലിട്ട് വയ്ക്കാം. കുപ്പിയിലിട്ട് വെച്ചിട്ട് 2-3 ദിവസം കഴിയുമ്പോഴേ നമുക്കിതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. പിന്നെ കുറച്ച് വിനാഗിരി ഒഴിക്കുന്നത് നല്ലതാണ്. എൻ്റെ ഈ വിനാഗിരി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇതിലൊഴിക്കുന്നില്ല. അപ്പം വിനാഗിരിയും കൂടി ഒഴിച്ച് ഒരു കുപ്പിയിൽ, നല്ലൊരു കുപ്പി എടുത്ത്, വെള്ളമൊന്നും നനവില്ലാത്തൊരു കുപ്പിയോ ഭരണിയോ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ 2-3 ദിവസം കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഞാനങ്ങനെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് 2-3 ദിവസം കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് നമ്മൾ കുപ്പിയിലാക്കി വെക്കുകയാണ്. അപ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം അത്ര ടേസ്റ്റ് ഉണ്ടെന്നാലും അത്ര ഇതൊന്നും ഇല്ല. അങ്ങനെ ഞങ്ങൾ കുപ്പിയിലിട്ട് അടച്ച് വയ്ക്കുകയാണ്. അപ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. കഞ്ഞിയൊക്കെ കുടിക്കാൻ നല്ല ഇതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.